അപ്പോൾ അവിടെ സാക്ഷി രൂപത്തിൽ ദേവി മാത്രമേ ഉള്ളൂ എന്നാണ്. മഹാതാണ്ഡവസാക്ഷിണി എന്ന് പറയുന്നുണ്ടല്ലേ ലളിതാ സഹസ്രനാമത്തിൽ. ഭഗവാന്റെ മഹാതാണ്ഡവത്തിന് സാക്ഷിയായിട്ട് ലോകത്തിൽ വേറെ ആരുമില്ല, ആ ദേവി മാത്രമാണ്, മഹാശക്തി അംബിക മാത്രമാണുള്ളത് എന്നാണ്. ഇപ്രകാരം സകലതിനെയും സംഹരിച്ച് ഒടുവിൽ ആ മഹാനൃത്തം ഇത് സംഹരിച്ച ശേഷം ആ നൃത്തം തുടരുമ്പോൾ തന്നെ അടുത്ത കൽപ്പം ആരംഭിക്കുന്നു. അപ്പൊ സൃഷ്ടി ആരംഭിക്കുകയാണ് എന്നാണ്. സർഗശക്തിയോടുകൂടി ഭൂതങ്ങളെയും ബ്രഹ്മാണ്ടങ്ങളെയും ഓരോ വിധികളെയും പിന്നെ ഓരോന്നോരോന്ന് ക്രമത്തിൽ ആരംഭിക്കുകയാണ്. ബ്രഹ്മാവും വിഷ്ണു രുദ്രനും ഒക്കെ ആവിർഭവിക്കുകയാണ്. അപ്പോൾ സകലതിനെയും സൃഷ്ടിച്ച് അവയ്ക്ക് വേണ്ടതായ ആ പ്രഭാവത്തെ നൽകി അധികാരങ്ങളെ പ്രദാനം ചെയ്ത് വിദ്യകളെ ഉപദേശിച്ച് വർത്തിക്കുന്ന മഹാദേവൻ മഹാഗ്രാസൻ ആണ് ശ്രീ പരമേശ്വരൻ എന്നാണ്. ആ ഭഗവാൻ ധരിക്കുന്ന വിഭൂതി, അതുപോലെ തന്നെ അസ്ഥിമാലകൾ, അതിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണ്. ഒരിക്കൽ ആ ദേവന്മാർ പ്രാർത്ഥിച്ചു എന്നാണ്. ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിച്ചു, അല്ലയോ മഹാദേവ, വളരെ ജന്മങ്ങൾ കഴിഞ്ഞുപോയി, ഞങ്ങൾക്ക് വീണ്ടും ഇനിയും ജനിക്കാൻ ശക്തിയില്ല. ഞങ്ങളൊക്കെ സംസാരഭയത്തിൽ ദുഃഖിതരാണ്. അവിടുത്തെ ആ പാദപത്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ സംസാരക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മുക്തിയെ തന്നാലും. അപ്പൊ ഞങ്ങളെയൊക്കെ നിഗ്രഹിച്ചിട്ട് ഞങ്ങളുടെ അസ്ഥികളെ കൽപ്പാന്തകാലം വരെ ഭഗവാൻ ആഭരണം പോലെ ധരിച്ചാലും, ഞങ്ങളുടെ ശരീരത്തെ ദഗ്ധമാക്കിയിട്ട് ആ ഭസ്മം അവിടുന്ന് ധരിച്ചാലും, അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾക്ക് മോക്ഷം ലഭിക്കും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, സാധാരണ നമുക്ക് കാശിയിൽ പോയിട്ട് ഗംഗയിൽ സ്നാനം ചെയ്യാനോ കാശിയിൽ പോയിട്ട് ശരീരത്തെ ഉപേക്ഷിക്കാനോ ഏവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. എന്നിരുന്നാലും എവിടെ വച്ചിട്ട് നമ്മൾ ശരീരത്തെ ഉപേക്ഷിച്ചാലും ആ ചിതാഭസ്മെങ്കിലും എന്നാണ്, അതിൻ്റെ ഒരു അംശമെങ്കിലും ഗംഗയിൽ കാശിയിൽ നിമഞ്ജനം ചെയ്താൽ പോലും ആ ജീവന് മുക്തി ലഭിക്കും എന്ന ഒരു പ്രമാണത്തെ ശിവപുരാണത്തിൽ പറയും, കാശി മഹാത്മ്യത്തിൽ പറയുമ്പോൾ. അപ്പൊ ഞങ്ങൾക്ക് മുക്തിയെ പ്രദാനം ചെയ്താലും എന്നവർ പ്രാർത്ഥിക്കുകയാണ്. എന്നിങ്ങനെ ദേവന്മാരുടെ പ്രാർത്ഥനയെ കേട്ടിട്ടാണ് കൽപ്പകാലത്തിന്റെ ഒടുവിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അസ്ഥി ആഭരണമായിട്ട് ധരിച്ചു, ഭസ്മത്തെ ഉദ്ധൂളനം ചെയ്തു ധരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ആ മഹാദേവന്റെ പ്രഭാവത്തെ കാണിക്കുന്ന മറ്റൊരു കഥ. അടുത്തത് ജലന്ധരൻ എന്ന ഒരു അസുരന്റെ ചരിത്രമാണ് പറഞ്ഞത്. ജലന്ധരനെ ഭഗവാൻ നിഗ്രഹിച്ചു എന്നാണ്. ഒരിക്കൽ ശിവപുരാണത്തിലൊക്കെ പറയുന്ന പ്രസിദ്ധമായ ഒരു കഥയാണ് ജലന്ധരന്റെ ആവിർഭാവം. ഒരിക്കൽ ഈ ദേവേന്ദ്രൻ ശിവദർശനത്തിന് വേണ്ടിയിട്ട് കൈലാസത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ കൈലാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശന കവാടത്തിൽ ഇന്ദ്രനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു വൃദ്ധരൂപിയായിട്ട് അങ്ങനെ വർത്തിച്ചു എന്നാണ്. അല്ലെങ്കിൽ ശിവഗണങ്ങളിൽ ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവിടെ നിലകൊണ്ടു. ഇന്ദ്രൻ വന്നു. അപ്പൊ ഇന്ദ്രന് അകത്തേക്ക് കടക്കണം, ഈ ഗോപുരം കടക്കണം. അപ്പൊ ഇന്ദ്രൻ അഹങ്കാരത്തോടുകൂടി എന്തൊക്കെയോ പറയുകയാണ്. അതിനൊന്നും മറുപടി പറയുന്നില്ല. ഈ കാവൽ നിൽക്കുന്ന ആള് മറുപടി ഒന്നും പറയുന്നില്ല.
പെട്ടെന്ന് ഇന്ദ്രന് ദേഷ്യം വന്നു, തന്റെ കയ്യിലുള്ള വജ്രായുധം എടുത്തു, അത് പ്രയോഗിച്ചു എന്നാണ്. പക്ഷേ ഈ വജ്രായുധം, ഇന്ദ്രൻ പ്രയോഗിച്ച വജ്രായുധം ഈ കാവൽ നിൽക്കുന്ന ആളുടെ മാറിടത്തിൽ പതിച്ചതും അത് പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല ഭഗവാന്റെ കയ്യിലെ ത്രിശൂലം ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴാണ് ദേവേന്ദ്രന് മനസ്സിലായി ഇത് ശ്രീപരമേശ്വരൻ തന്നെയാണ്. താൻ ഇപ്പോൾ വളരെ അഹങ്കാരത്തോടുകൂടി ഈ സംവദിച്ചത് ശ്രീപരമേശ്വരനോടാണ് എന്ന് ബോധ്യമായ ഇന്ദ്രൻ സ്തുതിക്കാൻ ആരംഭിച്ചു, ക്ഷമായാചനം ചെയ്തു എന്നാണ്. എന്തായാലും ഇന്ദ്രനോട് ക്ഷമിച്ചു, സന്തോഷിച്ചു, അവിടുന്ന് മടക്കി അയക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ അല്പസമയത്തേക്കാണെങ്കിലും ആ ഇന്ദ്രന്റെ നേരെ എടുത്ത കോപം അത് പുറത്തു വന്നു എന്നാണ്. കോപം നമ്മളിൽ നിന്നും പുറത്തു വന്നാൽ പിന്നെ അത് ലോകത്തിന് ഉപദ്രവമാണ്. നമുക്ക് ഗൃഹത്തിലാണെങ്കിൽ ഗൃഹാന്തരീക്ഷത്തിൽ നമ്മൾ കോപിക്കുമ്പോൾ മറ്റുള്ളവരോടാണ് ദേഷ്യപ്പെടുക. അവർക്കത് കേൾക്കുമ്പോൾ വിഷമാവും, അവരുടെ ഉള്ളിൽ സംഘർഷം വരും. ഇനി അത് ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ കോപിക്കുകയാണെങ്കിലോ അത് സമൂഹത്തിന്റെ ഇടയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുതന്നെയാണ് ഇവിടെ ശിവകോപം ലോകത്തിന് മുഴുവനും ഉപദ്രവകരമായി തീരും എന്നൊരവസ്ഥ വന്നു. അതിനെ ആ കോപാഗ്നി സമുദ്രം സ്വീകരിച്ചു എന്നാണ്. സമുദ്രത്തിൽ ചെന്ന് പതിച്ചതും ആ ബഡവാഗ്നി അത് ഒരു ശിശുവായി മാറി എന്നാണ്. ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പൊ ചെറിയ കുട്ടിയാണെങ്കിലും, സമുദ്രതീരത്ത് കിടക്കുന്ന ചെറിയൊരു കുട്ടിയാണെങ്കിലും അതിന്റെ കരച്ചിൽ അസഹ്യമായിട്ട് തോന്നി എന്നാണ് ദേവന്മാർക്കൊക്കെ. ഇത്രയും ചെറിയ കുട്ടിയുടെ കരച്ചിലിന് ഇത്ര വലിയ ശക്തിയോ? അപ്പൊ ഒടുവിൽ വരുണൻ, സമുദ്രത്തിന്റെ ദേവനാണ് വരുണൻ, ആ കുട്ടിയെ സ്വീകരിച്ചു, വളർത്താൻ തുടങ്ങി. ഒരിക്കൽ ബ്രഹ്മാവ് വരുണലോകത്തിൽ എത്തവേ തനിക്കിങ്ങനെ സമുദ്രതീരത്ത് നിന്ന് കിട്ടിയതായ ഈ ശിശുവിനെ കൊണ്ടുവന്ന് ബ്രഹ്മാവിന്റെ അടുത്തിരുത്തി. വേഗം ബ്രഹ്മാവ് ആ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചു. അപ്പോൾ പെട്ടെന്നാണ് ആ ശിശു ബ്രഹ്മാവിന്റെ കഴുത്തിൽ മുറുകി പിടിക്കാൻ തുടങ്ങിയെന്നാണ്. അതിശക്തമായിട്ട് അങ്ങനെ മുറുകി പിടിക്കുകയും കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴാൻ തുടങ്ങിയെന്നാണ്. അത്ര ശക്തിയാണ് ഈ കുട്ടിക്ക് എന്ന്. അപ്പൊ തന്റെ കണ്ണിൽ ജലം നിറച്ചവനാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഇവൻ യുദ്ധത്തിൽ ദേവന്മാരെയൊക്കെ ജയിക്കും, ശാപം പോലും ഇവനെ ബാധിക്കില്ല, ഇവൻ 3 ലോകങ്ങളിലും ജലന്ധരൻ എന്ന പേരിൽ അറിയപ്പെടും എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് മടങ്ങിപ്പോയി. അങ്ങനെ വളർന്നു വന്നതായിട്ടുള്ള ആ അസുരൻ കോപത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് അസുര പ്രകൃതിയാണ് ആ ജലന്ധരൻ. തുടർന്ന് അസുരന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി. പിന്നീട് ലോകം മുഴുവനും കീഴടക്കി, ദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്തി. മയനെക്കൊണ്ട്, അസുരശില്പിയായ മയനെക്കൊണ്ട് ജലന്ധരം എന്ന ഒരു നഗരം നിർമ്മിച്ച് കാലനേമിയുടെ പുത്രിയായിട്ടുള്ള വൃന്ദയെ വിവാഹം ചെയ്ത് അവിടെ വസിക്കാൻ ആരംഭിച്ചു എന്നാണ്. അല്ല, വളരെ കാലം ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്തും അവരെ പരാജയപ്പെടുത്തിയും ഒക്കെ ലോകം മുഴുവൻ കീഴടക്കി അങ്ങനെ ഭരിക്കുകയാണ്. ഒരു ദിവസം ഈ ജലന്ധരൻ കൈലാസത്തില് ശ്രീപരമേശ്വരനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ്. അപ്പൊ ഈ അസുരന്റെ പത്നിയായിട്ടുള്ള വൃന്ദ പറയണുണ്ട്, പാടില്ല, ശ്രീപരമേശ്വരനോട് യുദ്ധത്തിനായിട്ട് പോവരുത്. പക്ഷേ ആ എതിർപ്പൊന്നും വകവയ്ക്കാതെയാണ് ജലന്ധരൻ ശിവസമീപത്തെത്തിയെന്നാണ്. അപ്പോൾ ദേവന്മാരെല്ലാവരും ചേർന്നു ശ്രീപരമേശ്വരനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഉണ്ടായ സംഗതികളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു.
അപ്പൊ ഭഗവാൻ അവരെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെയാണ് ആ ശ്രീപരമേശ്വരൻ തന്നെ ഒരു വിപ്രവേഷം ധരിച്ച് കയ്യിലൊരു കുടയും ഒരു ദണ്ട്, ഒരു ജലപാത്രമായിട്ടുള്ള കമണ്ഡലും ഒക്കെ ധരിച്ച് ജലന്ധരന്റെ സമീപത്ത് ചെന്നു എന്നാണ്. എന്നിട്ട് ചോദിച്ചു ജലന്ധരനോട്, അങ്ങ് ആരാണ്, അങ്ങയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ വിപ്രവേശധാരിയായിട്ടുള്ള മഹാദേവൻ. അപ്പൊ ജലന്ധരൻ പറഞ്ഞു, എൻ്റെ പേര് ജലന്ധരൻ എന്നാണ്. സകല ദേവന്മാരെയും പരാജയപ്പെടുത്തി ഇനി ശ്രീപരമേശ്വരനെ ജയിക്കാൻ വേണ്ടി പോവുകയാണ്, കൈലാസത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ ആ വിപ്രവേശധാരി ചോദിച്ചു, പിനാകധാരിയായിട്ടുള്ള ആ ശംഭുവിനെ, ആ ശ്രീശങ്കരനെ യുദ്ധത്തില് നിനക്ക് തോൽപ്പിക്കാൻ കഴിയുമോ? നിനക്കതിനുള്ള കഴിവുണ്ടോ? ഞാൻ ശിവസമീപത്ത് വർത്തിക്കുന്ന ഒരാളാണ്, ശിവന്റെ മഹിമ അറിയുന്ന ആളാണ്. നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ മടങ്ങിപ്പോകൂ എന്നാണ്. അപ്പൊ ജലന്ധരൻ പറഞ്ഞു, താങ്കൾക്ക് എന്റെ പ്രഭാവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, എന്റെ ബലം എന്താണ്, എന്റെ കഴിവെന്താണെന്ന് ഞാൻ താങ്കളെ ബോധിപ്പിച്ചു തരാം. അപ്പൊ ജലന്ധരന്റെ ആ വാക്ക് കേട്ട വിപ്രരൂപിയായിട്ടുള്ള ആ ഭഗവാൻ പറഞ്ഞു, ശരി, അങ്ങയുടെ ശക്തി എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ ഞാനൊരു കാര്യം പറയാം. ദാ എന്റെ മുന്നിലൊരു ചക്രമുണ്ട് എന്നാണ്. ഈ ചക്രം എടുത്തിട്ട് താങ്കളുടെ മൂർധാവിൽ വയ്ക്കുക, ശിരസിൽ വയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചക്രം തന്റെ കാലിന്റെ പെരുവിരല് കൊണ്ട് ഭൂമിയിൽ ഒരു ചക്രം വരച്ചു. എന്നിട്ടാണ് പറയണത്, അതെടുത്ത് ശിരസിൽ വെച്ച് കാണിക്കൂ എന്നാണ്. അപ്പൊ ജലന്ധരൻ പറഞ്ഞു, ഇതൊക്കെ നിസ്സാരമാണ്, എനിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. അങ്ങനെയാണ് ആ ചക്രം എടുത്ത് ഉയർത്തി, എന്നിട്ടത് ഉയർത്തി വളരെ പരിശ്രമിച്ച് തന്റെ ശിരസിൽ വെച്ചു. അങ്ങനെ ശിരസിൽ വെച്ചതും ആ ചക്രം ആ അസുരനെ രണ്ടാക്കി പിളർത്തി എന്നാണ്. എന്നിട്ട് ഭൂമിയിൽ വീണു. ഒരു വലിയ പർവ്വതം പോലെ ഭൂമിയിൽ പതിച്ചു. ജലന്ധരന്റെ കഥ കഴിഞ്ഞു എന്നാണ്. ശിവപുരാണത്തിൽ ഈ കഥ പറയുമ്പോൾ മറ്റൊരു കഥ കൂടി കൂട്ടിച്ചേർത്ത് വരും. ഈ അസുരന് കിട്ടിയിട്ടുള്ള മറ്റൊരു വരം, ജലന്ധരന്റെ പത്നിയായിട്ടുള്ള വൃന്ദയുടെ പാതിവൃത്യം നശിച്ചാൽ മാത്രമേ ജലന്ധരന് മരണമുള്ളൂ എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു തന്നെ ആ ജലന്ധരന്റെ മരണം ഉറപ്പാക്കണമെങ്കിൽ പത്നിയായ വൃന്ദയ്ക്ക് പാതിവൃത്യഭംഗം സംഭവിക്കണം. അപ്പോൾ ജലന്ധരൻ യുദ്ധത്തിന് പോയ സമയത്ത് അങ്ങനെ വേഷപ്രച്ഛന്നനായിട്ട് കൊട്ടാരത്തിലെത്തിയെന്നും വൃന്ദയുടെ പാതിവൃത്യത്തെ നശിപ്പിച്ചു എന്നുമൊക്കെയാണ്. അപ്പോൾ വൃന്ദ ശപിക്കണുണ്ട് എന്നാണ്. പത്നീവിയോഗം അനുഭവിക്കേണ്ടി വരും, അങ്ങനെ സങ്കടം അനുഭവിക്കേണ്ടി വരും എന്നൊരു ശാപമുണ്ട് എന്നാണ്. ആ പതിവ്രതയായ വൃന്ദയുടെ ശാപമാണ് രാമാവതാരത്തിൽ സീതാ വിരഹം അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെയുള്ള കഥ പറയും. ജലന്ധരന്റെ ആ ആഖ്യാനം പറഞ്ഞ് പിന്നീട് വീണ്ടും അതിന്റെ തുടർച്ച എന്ന വണ്ണം തുളസിയുടെ ഉത്ഭവം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില കഥകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ദക്ഷയാഗം എന്ന കഥയെ പറഞ്ഞു വരുമ്പോഴാണ് ദക്ഷനോടായിക്കൊണ്ട് എന്താണ് ശിവമഹിമ എന്ന് ഉപദേശിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കഥകളൊക്കെ, ശിവമഹിമയെ കാണിക്കുന്ന ഈ കഥകളൊക്കെ പറഞ്ഞ് അതിനൊടുവിൽ ആ ദക്ഷയാഗം അത് പൂർത്തിയാക്കാൻ പറ്റാതെ ഭഗവാന്റെ കോപത്താൽ അത് വീരഭദ്രനാൽ
യാഗശാലയൊക്കെ നശിപ്പിക്കപ്പെടുന്നു, ദക്ഷന്റെ ശിരസ് തന്നെ ഛേദിക്കപ്പെടുന്നു, യാഗം പര്യവസാനിക്കുന്നു എന്നൊക്കെയുള്ള ആ കഥ, സതീ ദേഹത്യാഗം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇനിയുള്ള അധ്യായങ്ങൾ. അങ്ങനെ ആ ദക്ഷകാന്ഡം ഇവിടെ പൂർത്തിയാവുന്നത്. ഇപ്പൊ നിർത്തി അല്പസമയം കഴിഞ്ഞ് തുടരാം. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ശരവണഭവായ നമഃ ശിവായ 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 നമഃ ശിവായ.